എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മത്തങ്ങ ഓട്സ് പുട്ടാണ്. കഴിഞ്ഞ ദിവസം മുരിങ്ങയില ഓട്സ് പുട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു പുട്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുകയും ആ ഒരു വീഡിയോയുടെ നല്ലൊരു അഭിപ്രായം എനിക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഇന്നും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ മത്തങ്ങ പുട്ടാണ്. ഡയബറ്റിക്സ് വളരെ തന്നെ ചെറുക്കുന്നതിനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി പുട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. ഡയബറ്റിക് പേഷ്യൻസിനാവട്ടെ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ഓട്സും മത്തങ്ങയും. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാവരും കഴിക്കുകയും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. മത്തങ്ങ പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 3 കഷ്ണം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 200 ഗ്രാം അളവുണ്ട്. മത്തങ്ങയുടെ തോലെല്ലാം കട്ട് ചെയ്ത് മാറ്റി നല്ല വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിരിക്കുവാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് 2 കണ പുട്ടാണ്. 2 കണ പുട്ടിനായിട്ട് 200 ഗ്രാം അളവിൽ മത്തങ്ങയും 2 കപ്പ് ഓട്സുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ മത്തങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ ഓട്സ് കൂടെ ചേർക്കാം. നമ്മുടെ കൈവശമുള്ള ഏത് ഓട്സ് വെച്ചിട്ടും ഇതുപോലെ ഹെൽത്തി പുട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഓട്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് മത്തങ്ങയും ഓട്സുമായിട്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മത്തങ്ങയുടെ അളവ് കൊണ്ട് നമ്മുടെ ഓട്സ് നല്ല പോലെ തന്നെ നനഞ്ഞു കിട്ടുന്നതാണ്. പൊടി ഇപ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരം നേരത്തെ ചേർക്കാതിരുന്നത് മത്തങ്ങയിൽ ധാരാളം വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് നാളികേരത്തിലെ പാല് മുഴുവനും ഓട്സിലേക്ക് ഇറങ്ങി ഇതിൽ നിന്നും വെള്ളം കൂടി പോവാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഒറ്റത്തവണ കൊണ്ട് പൊടിച്ചെടുക്കാതെ 2-3 ഭാഗമായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടും. ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടി കുഴച്ചെടുത്ത് അതേ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടി അല്പം കട്ടകളായിട്ടാണ് ഇരിക്കുന്നത്. അത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടി ഡ്രൈ ആയി വരുന്നതാണ്. ഞാനിവിടെ ഒരു 3 തവണകൾ കൊണ്ടാണ് നമ്മുടെ പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടി ഇപ്പോൾ എല്ലാം പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്നുകൂടെ കട്ടയെല്ലാം ഉടച്ചു മാറ്റിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും പൊടിയുടെ പാകം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പൊടിക്ക് എന്തെങ്കിലും തരത്തിൽ പോരായ്മകൾ വന്നാൽ കുറച്ചുകൂടി ഓട്സ് ചേർത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ പുട്ടുപൊടി കറക്റ്റായിട്ടുള്ളൊരു പാകത്തിനാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുവാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു പൊടി വെച്ചിട്ടും ഇതുപോലെ മത്തങ്ങ പുട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടിക്ക് അല്പം നനവ് കൂടുതലായത് കൊണ്ടിട്ട് തന്നെ വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഇവിടെ തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല പോലെ ഒന്നുകൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ആവി വരുന്ന പുട്ടുകണയിലേക്ക് വാരി നിറച്ചു കൊടുക്കാം. നാളികേരം നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് നാളികേരം ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ വാരി നിറച്ചിട്ടുണ്ട്. ഇനി ആവി വരുന്ന പുട്ടുകടത്തിലേക്ക് വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. പുട്ടുകണയിൽ നിന്ന് നന്നായിട്ട് ആവി വന്നു തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുത്തിയും കൂടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഓട്സ് നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇനിയിപ്പോൾ ഒരേ തരത്തിൽ തന്നെ ചെയ്തെടുക്കാതെ ഇതുപോലെ ഒരു ഹെൽത്തി പുട്ടൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പുട്ട് വളരെ തന്നെ ഹെൽത്തിയാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കൂട്ടുകാർ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.